ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴം വചന വിചിന്തനത്തിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം നോമ്പ് കാലത്തിൻ്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നോമ്പ് എന്നത് കേവലം ഭക്ഷണ ക്രമീകരണമല്ല, മറിച്ച് നമ്മുടെ ബുദ്ധിയെയും മനസ്സാക്ഷിയെയും പ്രകാശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. നോമ്പിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയായ ഇന്നത്തെ വായനകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്: നമ്മുടെ ഉള്ളിലെ തിന്മയുടെ സോദോമിനെ തകർത്ത് മിശിഹായുടെ വിശുദ്ധിയിലേക്ക് മടങ്ങുക. സോദോമിലെ ജനങ്ങൾ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ അവഗണിക്കുകയും ചെയ്തു. സത്യത്തെയും ധാർമ്മിക നിയമങ്ങളെയും തള്ളിക്കളഞ്ഞ് സ്വന്തം സുഖത്തിന് പിന്നാലെ പോകുന്ന ഒരു സമൂഹം എങ്ങനെ നാശത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ ആദ്യത്തെ വായന. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ അബ്രാഹവും ലോത്തും ദൈവത്തിൻ്റെ വഴിയിൽ ഒരുമിച്ച് യാത്ര തുടങ്ങിയവരാണ്. അവരുടെ സേവകർ തമ്മിൽ കലഹമുണ്ടായപ്പോൾ ലോത്ത് സോദോമിനടുത്ത് കൂടാരമടിച്ചു. സോദോം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ദൈവവിരുദ്ധമായ ഒരു ജീവിത ശൈലിയുടെയും അതിൻ്റെ പരിണിത ഫലമായ നാശത്തിൻ്റെയും പ്രതീകമാണ്. അബ്രാഹത്തിനോടൊപ്പം ആത്മീയ ഉയർച്ചയിലായിരുന്ന ലോത്ത് പടിപടിയായി സോദോമിനോട് അടുത്തു. ആദ്യം സോദോമിന് അഭിമുഖമായി കൂടാരമടിച്ചു, അതായത് പാപ സാഹചര്യങ്ങളെ നോക്കി നിന്നു. രണ്ടാമത്തെ ഘട്ടമായി സോദോമിൽ താമസമാക്കി. ഒടുവിൽ ഇന്ന് നാം വായിച്ചു കേട്ടതുപോലെ സോദോമിൻ്റെ പടിവാതിൽക്കൽ ഇരുന്നു. ഇത് ലോകവുമായി ഒന്നുചേരുന്നതിൻ്റെ ഒരു സൂചനയാണ്. ലോകത്തിൻ്റെ സംസ്കാരവുമായി ഒത്തുതീർപ്പിലാകുന്നത് ഒരു വിശ്വാസിയുടെ ആത്മീയ സ്വാധീനം എങ്ങനെ നഷ്ടപ്പെടുത്തുന്നു എന്നതിന് ഉദാഹരണമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോത്ത്. യഹൂദ പാരമ്പര്യത്തിൽ അതിഥി സൽക്കാരം എന്നാൽ ദൈവത്തോടുള്ള ഭക്തിയുടെ പ്രായോഗിക രൂപമാണ്. അപരിചിതന് അഭയം നൽകുക എന്നത് കേവലം ഒരു മര്യാദയല്ല, മറിച്ച് അതൊരു വിശുദ്ധ നിയമമായിരുന്നു യഹൂദരെ സംബന്ധിച്ച്. ഒരു അതിഥി വീട്ടിൽ കയറിയാൽ അയാളുടെ ജീവൻ്റെ ഉത്തരവാദിത്വം വീട്ടുടമസ്ഥനാണ്. ഇതാണ് ലോത്ത് ഇവിടെ നിർവഹിക്കുന്നത്. എന്നാൽ ലോത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ അതിഥികളെ അധിക്ഷേപിക്കുന്ന ശൈലികളാണ് സോദോമിൻ്റെ ആൾക്കാർ പിന്തുടരുന്നത്. സോദോമിൻ്റെ ഈ ഗൗരവമുള്ള പാപം എന്തായിരുന്നുവെന്ന് എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായം 49-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: നിന്റെ സഹോദരിയായ സോദോമിൻ്റെ തെറ്റ് ഇതായിരുന്നു. പ്രൗഢിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരുന്നിട്ടും അവളും അവളുടെ പുത്രിമാരും നിർധനരെയും അഗതികളെയും തുണച്ചില്ല. ഇതാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ കണ്ടത്. സോദോമിലെ ജനങ്ങൾ ദൂതന്മാരെ ആക്രമിക്കാൻ വരുന്നതിനെ പാപത്തിൻ്റെ ഭീകരതയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. സോദോമിലെ എല്ലാവരും, ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ, ഈ തിന്മയിൽ പങ്കുചേർന്നു. പാപം ഒരു സമൂഹത്തെ മുഴുവൻ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. ദൈവദൂതന്മാർ അവരെ അന്ധരാക്കിയിട്ടും അവർ പാപം ചെയ്യാൻ വേണ്ടി വാതിലുകൾ തിരഞ്ഞു നടന്നു. കണ്ണു കാണാൻ വയ്യാതിരുന്നിട്ടും അവർ വാതിൽ തിരഞ്ഞു നടന്നു എന്നത് പാപത്തിൻ്റെ ഭീകരതയെ കാണിക്കുന്നു. ന്യായവിധി മുൻപിൽ നിൽക്കുമ്പോഴും മനുഷ്യൻ തൻ്റെ ദുരാഗ്രഹങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് പാപം മനുഷ്യനെ എത്രത്തോളം യുക്തിഹീനനാക്കുന്നു എന്നതിൻ്റെ തെളിവായി നമുക്ക് കാണാം. സോദോമിൽ അധികം സുഖിക്കരുത്. സോദോമിൻ്റെ നാശം കേവലം ഒരു നഗരത്തിൻ്റെ തകർച്ചയല്ല, മറിച്ച് ധാർമ്മികത കൈവിട്ട ഒരു സംസ്കാരത്തിൻ്റെ അന്ത്യമാണ്. ഇതാണ് 1ാമത്തെ വായനയുടെ രത്നച്ചുരുക്കം. സോദോമിൽ നാം കണ്ട അതേ അധർമ്മത്തിൻ്റെ നിഴലുകളെ തന്നെയാണ് ഇന്നത്തെ 2ാമത്തെ വായനയായ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നത്. സോദോമിലെ അന്ധത ബാധിച്ച ജനത്തെ പോലെ അധികാരവും ആർത്തിയും തഴച്ചു വളർന്നപ്പോൾ ദാവീദും അന്ധനായി. ദാവീദ് തൻ്റെ അധികാരം ഉപയോഗിച്ച് മറ്റൊരാളുടെ ജീവിതത്തെ ആക്രമിച്ചു. തൻ്റെ അമിതമായ സമ്പത്തിൽ നിന്നും ഒന്നിനെ എടുക്കുന്നതിന് പകരം ദരിദ്രൻ്റെ ഏക സമ്പത്തായ കുഞ്ഞാടിനെ അവൻ കവർന്നെടുത്തു. ദാവീദിൻ്റെ ഹൃദയശൂന്യതയുടെ ആഴം ഇവിടെ പ്രകടമാണ്. കപടത അവൻ്റെ മുഖമുദ്രയായി. നാഥാൻ പ്രവാചകൻ്റെ കഥ കേട്ടപ്പോൾ ദാവീദ് കോപിച്ചു. ദാവീദിന് മറ്റൊരാളുടെ പാപത്തിൽ നീതി നടപ്പാക്കാൻ തിടുക്കമായിരുന്നു, പക്ഷേ സ്വന്തം പാപത്തിൻ്റെ ആഴം അവൻ കണ്ടില്ല. മറ്റുള്ളവരുടെ തെറ്റുകളെ വിചാരണ ചെയ്യാൻ കാണിക്കുന്ന ഈ ആവേശം സ്വന്തം ജീവിതത്തിലേക്ക് നോക്കാൻ നമുക്കും ഇല്ലാതെ പോകുന്നുണ്ടോ? ആ മനുഷ്യൻ നീ തന്നെ എന്ന നാഥാൻ പ്രവാചകൻ്റെ ശബ്ദം, അത് കേൾക്കുന്നത് വരെ നാം നമ്മുടെ തന്നെ സോദോമുകളിൽ സുരക്ഷിതരാണെന്ന് കരുതും. ലോത്തിൻ്റെ സോദോമും ദാവീദിൻ്റെ കൊട്ടാരവും ആധുനിക ലോകത്തിന് നൽകുന്ന സന്ദേശം ലളിതമാണ്. നീതിയില്ലാത്ത സമൃദ്ധിയും
ദയ ഇല്ലാത്ത അധികാരവും ദൈവത്തിന് അരോചകമാണ്. സൊദോമിൻ്റെ വീഥികളിൽ അലമുറയിട്ട അക്രമവും ദാവീദിൻ്റെ കൊട്ടാരത്തിൽ നിശബ്ദമായി നടന്ന വഞ്ചനയും ഒരേ സിംഹാസനത്തിന് മുൻപിലാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. അവിടെ നീതി എന്നത് ബലവാന്റെ താല്പര്യമല്ല, മറിച്ച് എളിയവൻ്റെ കണ്ണുനീരിനുള്ള മറുപടിയാണ്. നോമ്പുകാലം ഈ ജീവിതശൈലികളിൽ മാറ്റം വരുത്തുവാനുള്ള ക്ഷണമാണ്. നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന സാഹചര്യങ്ങളിൽ നിന്നുള്ള പലായനത്തിനുള്ള മാർഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ മൂന്നാമത്തെ വായന. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനോട് ആവശ്യപ്പെടുന്നത് വിവേകത്തോടെയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അത് നിർമ്മല ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോടുകൂടെയുള്ള സഹവാസത്തിനു തുല്യമാണ്. സുബോധം വീണ്ടെടുത്ത് നമുക്ക് ചുറ്റും രൂപപ്പെടുന്ന കെണികളിൽ നിന്നും ഓടി രക്ഷപ്പെടണമെന്നുള്ള മുന്നറിയിപ്പുകളാണ് ഇന്നത്തെ ഈ മൂന്നാമത്തെ വായനയിലൂടെ സഭ നമുക്ക് നൽകുന്നത്. ഇനി ഇന്നത്തെ സുവിശേഷം അത് വെറുമൊരു ധാർമ്മികോപദേശമല്ല, മറിച്ച് മനുഷ്യഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈശോ നടത്തുന്ന ഒരു ശസ്ത്രക്രിയയാണ്. യഹൂദ പാരമ്പര്യത്തിൻ്റെ ബാഹ്യമായ നിയമവാഴ്ചയെ മാറ്റി നിർത്തി സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒരു പുതിയ സംസ്കാരം ഈശോ ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ്. യഹൂദ പാരമ്പര്യത്തിൽ വ്യഭിചാരം എന്നത് കേവലം ഒരു ശാരീരിക പ്രവൃത്തിയായിരുന്നു. നിയമത്തിൻ്റെ അക്ഷരം പാലിച്ചാൽ തങ്ങൾ നീതിമാന്മാരായി എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ഈശോ ഈ നിയമത്തെ ഹൃദയത്തിലേക്ക് പറിച്ചു നടുകയാണ്. പാപം തുടങ്ങുന്നത് ശരീരത്തിലല്ല, മറിച്ച് ചിന്തയിലാണ്. നോക്കുന്നതിലും മോഹിക്കുന്നതിലും പാപം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഈശോ പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് വിശുദ്ധി എന്നത് ഒരു ആന്തരിക അവസ്ഥയാണ്. ബാഹ്യമായ ആചാരങ്ങളല്ല, നിർമ്മലമായ ഹൃദയമാണ് ദൈവത്തിന് ഇഷ്ടം. വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഈശോയുടെ കർക്കശമായ നിലപാട് കുടുംബ ബന്ധങ്ങളിലെ വിശ്വസ്തതയും സ്ത്രീയുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അന്തസത്തെ 3 ചിന്തകളിലായി ചുരുക്കാമെന്ന് ഞാൻ കരുതുകയാണ്. 1, കണ്ണുകൾക്ക് ഉപവാസം പ്രഖ്യാപിക്കുക. കണ്ണുകളിൽ ആസക്തി നിറയുമ്പോൾ ആധുനിക ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ കണ്ണുകൾ സോതോമുകളിലേക്ക് തിരിയാൻ എളുപ്പമാണ്. ഒരു നോട്ടം പോലും ഒരു ഉടമ്പടിയുടെ ലംഘനമാകാം. അതുകൊണ്ട് കാഴ്ചകളിൽ വിവേകം പുലർത്തുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ നിലപാടായിട്ട് നാം സ്വീകരിക്കേണ്ടത്. രണ്ടാമത്തെ നിലപാട്, മുറിച്ചു മാറ്റാൻ ധൈര്യം കാണിക്കുക. വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളയുക എന്നാണ് ഈശോ പറയുന്നത്. ഇത് ശരീരത്തെ മുറിവേൽപ്പിക്കാനല്ല, മറിച്ച് നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും ദൈവഹിതത്തിന് വിരുദ്ധമായ ശീലങ്ങളെയും ബന്ധങ്ങളെയും മുറിച്ചു മാറ്റാനുള്ള ആത്മീയ ധൈര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചില സൗഹൃദങ്ങൾ, ചില ജീവിതശൈലികൾ, ചില സംഭാഷണങ്ങൾ എന്നിവ നമ്മുടെ ആത്മാവിനെ കെടുത്തിക്കളയുന്നുണ്ടെങ്കിൽ അവയെ മുറിച്ചു മാറ്റാൻ ഈ നോമ്പുകാലം നമ്മെ പ്രേരിപ്പിക്കണം. കൈമുറിക്കുന്നതിനേക്കാൾ, കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുന്നതിനേക്കാൾ വേദനയുള്ളതാകാം ഒരു ശീലം ഉപേക്ഷിക്കുന്നത്. പക്ഷേ നിത്യജീവൻ അതിനേക്കാൾ വിലപ്പെട്ടതാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. മൂന്നാമത്തെ ചിന്ത, വിശ്വസ്തതാപൂർവം ഉടമ്പടികൾ പാലിക്കുക എന്നുള്ളതാണ്. കുടുംബജീവിതത്തിലും സൗഹൃദങ്ങളിലും വിശ്വസ്തത എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ഒരു സമർപ്പണമാണ്. മറ്റൊരാളുടെ ജീവിതത്തെ മോഹിക്കാതെ സ്വന്തം ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ക്രൈസ്തവ സാക്ഷ്യം. യഹൂദർ നിയമത്തിൻ്റെ പഴുതുകൾ നോക്കിയപ്പോൾ നാം നിയമത്തിൻ്റെ പൂർണ്ണതയായ സ്നേഹത്തിലേക്ക് നോക്കണം. നമ്മുടെ ജീവിത പങ്കാളിയോടും കുടുംബത്തോടും ദൈവത്തോടും സഹോദരങ്ങളോടും സമുദായത്തോടും അയൽപക്ക ബന്ധങ്ങളോടുമൊക്കെ പുലർത്തുന്ന വിശ്വസ്തതയാണ് നമ്മുടെ ഏറ്റവും വലിയ സുവിശേഷം. നോമ്പുകാലത്ത് നാം മാംസം ഉപേക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഹൃദയത്തിലെ മോഹങ്ങളെ ഉപേക്ഷിക്കുന്നത്. പുറമേ നാം മാന്യന്മാരായിരിക്കും, എന്നാൽ നമ്മുടെ ചിന്താമുറികളിൽ നാം എന്താണ് ചെയ്യുന്നതെന്ന് ദൈവം നോക്കുന്നുണ്ട്. സൊദോമിലെ ജനങ്ങൾ പരസ്യമായി പാപം ചെയ്തു, ദാവീദ് രഹസ്യമായി പാപം ചെയ്തു. രണ്ടുപേരെയും ദൈവം വിചാരണ ചെയ്തു. ദൈവത്തിൻ്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നമ്മിൽ കുറ്റമൊന്നും കാണാതിരിക്കാൻ നമുക്കും പരിശ്രമിക്കാം. നോമ്പുകാലം അതിനുള്ള അവസരമാക്കി മാറ്റാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.